ഞാൻ 2019 മെയ് 23 ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് വർക്ക് ചെയ്ത സമയത്ത് തന്നെ കല്യാണാലോചന വന്നായിരുന്നു. ഞാനിവിടെ വെക്കേഷൻ 2019 ആദ്യത്തെ വെക്കേഷൻ നാട്ടിൽ വന്നു. കല്യാണം എല്ലാം ഉറപ്പിച്ചു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത വെക്കേഷൻ ഡിസംബറിൽ വരുമ്പോഴേക്കും കല്യാണം നടത്താം എന്നുള്ള രീതിയിലാണ് ഉറപ്പിച്ചു വെച്ചിരുന്നത്. അങ്ങനെ ഉടമ്പടി എല്ലാം എടുത്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഡിസംബറിൽ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് ജെറിന് വിസയുടെ ഒരു പ്രശ്നം കാരണം വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെല്ലാവർക്കും നല്ല വിഷമമായി, ഞങ്ങൾക്കും വിഷമമായി. പക്ഷേ അത് പിന്നെ പ്രാർത്ഥിച്ചു മാതാവിനോട്. എന്തായാലും എത്രയും വേഗം തന്നെ അടുത്തൊരു ഡേറ്റ് തീരുമാനിച്ചു. ജൂലൈയിലായിരുന്നു വീണ്ടും പറഞ്ഞിരുന്നത്, 2021 ജൂലൈയിൽ. അപ്പം മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനും ജെറിൻ പോളണ്ടിലും ഞാൻ സൗദിയിലുമായിരുന്നു. പക്ഷേ ഞങ്ങൾ വിളിക്കുമ്പോൾ രാത്രിയാണെങ്കിലും പ്രാർത്ഥന ചൊല്ലും, ബൈബിളെല്ലാം വായിക്കും, ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജൂലൈ ആയി. പക്ഷേ അപ്പോഴേക്കും കൊറോണ വന്നു. സൗദിയിൽ നിന്ന് ആർക്കും വെക്കേഷൻ വരാൻ പറ്റാതെയായി, ഫ്ലൈറ്റുകളെല്ലാം നിന്നു. അപ്പോഴും വീട്ടിലാണെങ്കിലും ഭയങ്കര വിഷമമായി, ഞങ്ങൾക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പിന്നെ പറഞ്ഞു വെക്കേഷൻ വരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറേ നാൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ജാനുവരി ആയപ്പോഴേക്കും അവർ പറഞ്ഞു വെക്കേഷൻ ഇപ്പം പേര് കൊടുക്കാൻ തുടങ്ങാം, ഇതുവരെ പോകാത്ത സ്റ്റാഫിന് ആദ്യം മുൻഗണനയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി വന്നിരിക്കുന്നത് കൊണ്ട് പിന്നെ ഇനി എന്ന് വെക്കേഷൻ വരുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇതുവരെ പോകാത്ത ഒരു ആ ചേച്ചിക്ക് ആദ്യം വേറൊരു ചേച്ചിക്കാണ് വെക്കേഷന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിലെപ്പോഴും ചോദിക്കുമ്പോൾ കൂട്ടുകാരായാലും വീട്ടിലെല്ലാവരും ഇനി എന്നാ കല്യാണം എന്ന് പറഞ്ഞിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതെപ്പോഴും ഭയങ്കര ടെൻഷനായി. പക്ഷേ വീട്ടിലങ്ങനെ എന്ന് വരുമെന്നൊരു ഉറപ്പില്ല. അങ്ങനെ പോയി. അങ്ങനെ ലാസ്റ്റ് അപ്പോഴേക്കും പെട്ടെന്ന് ആ ചേച്ചിക്ക് OET കിട്ടി, ചേച്ചി എക്സിറ്റ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ജാനുവരിയിൽ പൊക്കോ, ചേച്ചിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേറെ പ്രശ്നം, ഞാൻ കഴിഞ്ഞിട്ട് വേറൊരു ചേച്ചിയും കൂടി പോകാനുണ്ട്, ആ ചേച്ചിയുടെയും പെർമിഷൻ വേണം. പിന്നെ ആ ചേച്ചിയോടും ചോദിച്ചു, ചേച്ചിയും പെർമിഷൻ തന്നു. അങ്ങനെ ശരിക്കും ഞാൻ മാർച്ചിലാണ് പോകേണ്ടത്. ആ സമയത്ത് നോയിമ്പിൻ്റെ സമയവും കല്യാണം നടക്കത്തില്ല ആ സമയത്ത്. പക്ഷേ എങ്ങനെയോ മാതാവിനോട് പ്രാർത്ഥിച്ചു, അനുഗ്രഹം കൊണ്ട് ജാനുവരിയിലോട്ട് വെക്കേഷന് പോകാമെന്നുള്ള തീരുമാനമായി. അങ്ങനെ ഞങ്ങൾ ജാനുവരി വന്നു. ഫെബ്രുവരി 2-ാം തീയതി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കല്യാണം നടന്നു. അത് കഴിഞ്ഞിട്ട് അതൊരു മാതാവിൻ്റെ അനുഗ്രഹമായി തന്നെ ഞാൻ കരുതുന്നു. ആ ഒരു സമയത്ത് കല്യാണം നടക്കാമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും കൊറോണ എല്ലാം നാട്ടിലാണെങ്കിലും കുറഞ്ഞു, ഒരു കുഴപ്പമില്ലാതെ കല്യാണമെല്ലാം ഭംഗിയായി നടന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഞാൻ OETക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിയോഗം വെച്ചപ്പോൾ ഞാൻ OET എക്സാമിൻ്റെ നിയോഗമായി വെച്ചിരുന്നു. പക്ഷേ ആദ്യമായിട്ട് എഴുതാനുള്ളൊരു ഒരു പേടിയെല്ലാം കാരണം ഞങ്ങൾ കൂട്ടുകാർ 3 പേർ ഒരുമിച്ച് ഞങ്ങൾ ഒക്ടോബർ 24, 2024 ആദ്യമായി പരീക്ഷ എഴുതി. പക്ഷേ അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് പഠിത്തമാണ് കൂടുതൽ വേണ്ടോ എന്നുള്ള രീതിയിൽ പഠിത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ പരീക്ഷയ്ക്ക് പോയി. അപ്പോൾ ഞാൻ സൗദിയിലാണെങ്കിൽ കൊന്തയൊന്നും അങ്ങനെ പുറത്തൊന്നും എടുക്കാൻ പറ്റാത്തൊരു രീതിയിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, എക്സാം ഹോളിൽ കയറ്റാൻ പറ്റുമോ. പക്ഷേ പെട്ടെന്ന് ഞാൻ ബാഗിൽ ഉടമ്പടി കാശ് രൂപം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആ ഒരു സമയത്ത് ഞാൻ ബാഗിൽ എന്തോ ഒരു പേടി കാരണം വെച്ചു. എക്സാം ഹോളിൽ കയറിയപ്പം എനിക്ക് കാശ് രൂപം എൻ്റെ കയ്യിലില്ലല്ലോ എന്നുള്ളൊരു പേടി എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ എക്സാം എഴുതിയപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. എക്സാം എഴുതി റിസൾട്ട് കിട്ടുമെന്നായിരുന്നു ഒരു പ്രതീക്ഷ. പക്ഷേ റിസൾട്ട് വന്നു. റീഡിങ്ങും ലിസണിങ്ങും കിട്ടി, B ഗ്രേഡ് കിട്ടി. പക്ഷേ റൈറ്റിങ്ങും സ്പീക്കിങ്ങും 10 മാർക്കും 20 മാർക്കിൻ്റെയും വ്യത്യാസത്തിൽ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ അതൊരു വിഷമമായി. പിന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം എന്നായിരുന്നു ഒരാഗ്രഹം, മാറി നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിൽ ആരോടും പറയുന്നില്ല, ഞാനും ജെറിനും മാത്രം അറിഞ്ഞ് ഞങ്ങൾ ഏപ്രിൽ 24-ാം തീയതിയിലോട്ട് 2021 ഡേറ്റ് എടുത്തു. വീട്ടുകാരോട് പറഞ്ഞതിന് കിട്ടിയില്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഈ എക്സാം നടക്കുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് ഒത്തിരി ദൂരമുള്ളൊരു സ്ഥലത്ത്, ഞങ്ങളുടെ ആ സ്ഥലത്ത് സെൻറ്ററില്ല. അപ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്കാണ് പോകേണ്ടത്. എനിക്ക് അറിയത്തില്ല എങ്ങനെ പോകണമെന്ന്. വേറൊരു ചേച്ചിയോട് ചോദിച്ചൊരു ടാക്സി ഡ്രൈവറിൻ്റെ നമ്പർ കിട്ടി. തലേ ദിവസം പോയി നിൽക്കണം, പിറ്റേ ദിവസം എക്സാം. നിൽക്കുന്ന സ്ഥലമൊക്കെ ഒന്നും അറിയത്തില്ല എങ്ങനെയാണ് നിൽക്കേണ്ടത്. പക്ഷേ ഈ മാതാവിൻ്റെ കാശ്രൂപം എപ്പോഴും എനിക്ക് നല്ലൊരു ധൈര്യം തരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കൊന്തയും കാശ്രൂപം പിടിച്ചു എന്തായാലും ഇറങ്ങി, എങ്ങനെയും എക്സാം എഴുതണം, ജെറിൻ്റെ അടുത്ത് എത്തണം, അതായിരുന്നു ഒരിത്. അങ്ങനെ ഏപ്രിൽ 24-ാം തീയതി രാവിലെ എക്സാമിന് പോയി. തലേദിവസം പോയി. അവിടെ ഒരു റൂം കിട്ടി, കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഡ്രൈവറായിരുന്നു, നന്നായി സഹായിച്ചു. റൂമിൽ നിന്ന് രാവിലെ എക്സാമിന് പോയി. അപ്പോൾ ഞാൻ വണ്ടിയിലിരിക്കുമ്പോഴെല്ലാം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എപ്പോഴും ചൊല്ലുമായിരുന്നു. തലേദിവസമാണെങ്കിലും ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങളെല്ലാം ഞാൻ നമ്മുടെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പോൾ കുറേ OETയുടെ സാക്ഷ്യമൊക്കെ ആ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ധൈര്യമായിട്ട് മാറി. എങ്ങനെയും കിട്ടുമെന്ന് മാതാവിൽ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ കയറി. ഇപ്രാവശ്യം എന്തായാലും ഉടമ്പടി കാശ് രൂപവും എടുത്തു, കൊന്തയും എടുത്തു. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലിസണിങ് ആണ്. അപ്പോൾ എനിക്ക് നല്ല പേടിയും ടെൻഷനും ഉണ്ട്. ഞാൻ ആ ഹെഡ്സെറ്റ് കിട്ടും നമുക്ക്, ഹെഡ്സെറ്റിൻ്റെ അവിടെ ഞാൻ ഈ കാശ് രൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
പക്ഷേ ലിസണിങ് വന്നപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യത്തിനേക്കാളും നല്ല പാട്. പകുതി ഞാൻ കേൾക്കുന്നില്ല, ടെൻഷൻ കാരണമാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കൊരു ഉറപ്പില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ചു മാതാവ് ഇനി വീണ്ടും ഒന്നുകൂടെ എഴുതേണ്ടി വരുമോ, എൻ്റെ കോൺട്രാക്റ്റ് ജൂലൈയിൽ വരും, അപ്പം ഞാൻ ഏപ്രിലാണ് ഡേറ്റ് ഇരിക്കുന്നത്, എങ്ങനെയും അവിടെ നിന്ന് ഇറങ്ങണം എന്നാണ്. പക്ഷേ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയൊക്കെയോ ലിസണിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് റീഡിങ് കിട്ടിയപ്പോൾ അതും അതിനേക്കാളും പാട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൽ നല്ല പാട്. ആദ്യത്തെ ഒരു പാട്ടിൽ തന്നെ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഞാൻ കുറച്ച് നേരം എനിക്കെന്തോ നല്ല പേടിയാണ്. പക്ഷേ ഞാൻ ആ ആൻസർ പേപ്പറിൽ ഞാൻ കാശ് രൂപം വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എനിക്ക് എങ്ങനെയൊക്കെ ആൻസർ കിട്ടി. അതും കഴിഞ്ഞു. റൈറ്റിങ് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അടുത്ത സ്പീക്കിങ്, അപ്പോൾ അതിന് കുറച്ചൊരു ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് കയറിയപ്പോഴേക്കും എനിക്കെന്തോ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. പക്ഷേ കുറച്ച് നേരം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കുറച്ച് നേരം ഞാൻ മിണ്ടാതിരുന്നു. ആ എക്സാമിനർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ എന്താ സംസാരിക്കാതെ. പിന്നെ ഞാൻ എങ്ങനെയോ നിർത്തി. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ ഞാൻ എൻ്റെ തലേദിവസം ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി ജെറിനെ മാത്രമേ അറിയാവുള്ളൂ. ഞാൻ ജെറിനോട് പറഞ്ഞു കിട്ടത്തില്ലായിരിക്കും, ഒന്നുകൂടെ എഴുതേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ടാക്സി ഡ്രൈവർ വരാൻ സമയമെടുക്കും. ആ സമയത്ത് ഞാൻ വീണ്ടും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് വെച്ചു, മാതാവ് എങ്ങനെയാണെങ്കിലും ഇതൊന്ന് കിട്ടണം. കാരണം ജൂലൈയിൽ എന്തായാലും എനിക്ക് ഇറങ്ങണം. പിന്നെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൂടിയൊക്കെ നിൽക്കണം, അത് ഭയങ്കര പാടാണ്. അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മെയ് 13 റിസൾട്ട് വരും. തലേദിവസം നന്നായിട്ട് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്ന് നോക്കിയപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, അയർലൻഡ് സ്കോർ കിട്ടി. എല്ലാത്തിനും B ഗ്രേഡ് കിട്ടി. സ്പീക്കിങ്ങിന് മാത്രം C+ ആയിപ്പോയി. എന്നാലും അത് അയർലൻഡ് സ്കോർ പറ്റും. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ സമയത്ത് കോൺട്രാക്റ്റും ജൂലൈയിൽ വന്നു. നോട്ട് റിന്യൂവൽ കൊടുത്തു, എത്തി. ഇപ്പോൾ ജെറിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി ഇപ്പം കുറച്ച് നാൾ അയർലൈൻ പ്രോസസ്സിങ് എടുക്കും. അപ്പോഴേക്കും പോളണ്ടിലോട്ട് പോകാൻ വേണ്ടിയുള്ള പ്രോസസ്സിങ് എല്ലാം നടക്കുക. ഈ 26 അങ്ങോട്ടുള്ള എംബസി അപ്പോയിൻമെൻ്റ് ഉണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ വിവാഹ തടസ്സം ഉണ്ടായിരുന്നു. അവൾക്കും ചെറിയ പ്രശ്നങ്ങൾ, കാരണം കല്യാണം നടക്കുന്നില്ല. എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള എൻ്റെ കൂട്ടുകാരത്തി. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗമായി വെച്ചായിരുന്നു. അതും വേഗം തന്നെ ഒരു വിവാഹാലോചന അത് നടന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ ചേട്ടൻ്റെ ജോലി, ചേട്ടൻ മുംബൈയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ജെറ്റ് എയർവേസിൽ എന്തോ പെട്ടെന്നൊരു പ്രശ്നം വന്നു. അവിടെ എല്ലാ സ്റ്റാഫിനും ജോലി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുത്തപ്പോൾ അതും നിയോഗമായി വെച്ചു, പ്രാർത്ഥിച്ചു. ചേട്ടന് 2 മാസത്തിനുള്ളിൽ വേറൊരു ജോലി കിട്ടി. ഇപ്പോൾ അവർ കാനഡയിലും എത്തി. അവർ സുഖമായിട്ട് അവിടെ താമസിക്കുന്നു. പിന്നെ കുറേ അനുഗ്രഹങ്ങൾ മാതാവ് വഴി ലഭിച്ചിട്ടുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു, ഇത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചു തന്നതിന്.